ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് വീക്കിലെ നമ്മുടെ കേരള PSCയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെയാണ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ എല്ലാ മൺഡേയും നമ്മൾ ഈ ഒരു സെഷൻ നടത്താറുണ്ട്. അപ്പൊ ഇന്നലെ നമുക്ക് LGSന്റെ നിയമനങ്ങളും അതുപോലെ കലണ്ടറും ഒക്കെ വന്നത് കൊണ്ടാണ് ഇന്നലെ നമ്മുടെ ഈ ഒരു സെഷൻ ഇന്നത്തേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തെടുത്തത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെ കേരള PSCയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ്, കലണ്ടർ, അതുപോലെ നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും 8 മണിക്ക്. പിന്നീട് അതിന്റെ ഷോർട്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അത് കിട്ടാനായിട്ട് ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ www.challengerup.in നമ്മുടെ വെബ്സൈറ്റ് ആണ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോഴ്സുകളും കാണാവുന്നതാണ്. അത് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ നോക്കാം. ആദ്യത്തേത് CPO റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റാങ്ക് ലിസ്റ്റ് തീരാൻ 3 ആഴ്ച കൂടെ ബാക്കിയുള്ള നിയമനം 3-1 മാത്രം. അപ്പൊ ഈ ഒരു ക്രിറ്റിസിസം ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ PSCയെ വിമർശിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ വരുന്ന ലിസ്റ്റുകളിലൊക്കെ മാക്സിമം ആളുകളെ ഒഴിവാക്കി കുറച്ചാളുകളുടെ ലിസ്റ്റ് അല്ലേ വരുന്നത്. യെസ്, ഇവര് പറയുന്നത് ടോട്ടൽ 6647 പേരുള്ള ലിസ്റ്റിലാ ഇതുവരെ നിയമന ശുപാർശ കിട്ടിയിരിക്കുന്നത് 2138 പേർക്കാണ്. ഇതിൽ 231 എന്ന് പറയുന്നത് NGയുടെയുമാണ്. ഓർത്ത് വെച്ചേക്ക്, NJDയുടെ അതാണ് 231. ആകെ 2138 പേർക്ക് മാത്രമേ നിയമന ശുപാർശ പോയിട്ടുള്ളൂ. അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ 1442 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അതില് 245 പേർക്ക് മാത്രമേ നിയമന ശുപാർശ പോയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം 718 പേർക്ക് മുൻ ലിസ്റ്റ് ശുപാർശ പോയതാണ്. അതേപോലെ മലപ്പുറം 1061 പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 421 പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. ലാസ്റ്റ് വന്ന റാങ്ക് ലിസ്റ്റില് 887 പേർക്ക് പോയിട്ടുള്ളതായിരുന്നു. ഇപ്രാവശ്യം 684 പേര് എറണാകുളം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ 223 പേർക്കാണ് നിയമന ശുപാർശ പോയത്. ലാസ്റ്റ് ഇയർ മുൻ വർഷത്തിൽ ഇതിൽ 644 നിയമന ശുപാർശ പോയതാണ്. തൃശ്ശൂര് 1092 പേരുടെ ലിസ്റ്റ് ആണ്. 336 പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ അത് 662 ആയിരുന്നു. അതുപോലെ നമ്മുടെ പത്തനംതിട്ട 801 പേരുടെ ലിസ്റ്റ് ആയിരുന്നു. 262 പേർക്ക് മാത്രമേ നിയമന ശുപാർശ പോയിട്ടുള്ളൂ. ലാസ്റ്റ് മുൻ വർഷത്തിൽ 804 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നു. ഇതിന് കാസർഗോഡ് 908 പേരുടെ ലിസ്റ്റ് ആണ്. ഇതിനകത്തിൽ 356 പേർക്ക് മാത്രമേ നിയമന ശുപാർശ പോയിട്ടുള്ളൂ. ഇതിലെ ലാസ്റ്റ് ഇയറിൽ 642 പേർക്ക് നിയമന ശുപാർശ പോയ ഒരു ലിസ്റ്റ് ആണ്. then ഇടുക്കി 669 പേര്, അതിൽ 293 പേർക്ക് മാത്രമേ നിയമന ശുപാർശ പോയിട്ടുള്ളൂ. 426 പേര് അതിനകത്തില് കഴിഞ്ഞ ലിസ്റ്റില് പോയിട്ടുള്ളിടത്താണ് ഈ പ്രാവശ്യം 293 പേര് വന്നത്. അതായത് മുൻ ലിസ്റ്റില് 4783 പേർക്ക് നിയമന ശുപാർശ കിട്ടിയ CPO ഇപ്പൊ ഇതുവരെ ആയിട്ട് 2138 പേർക്ക് മാത്രമേ നിയമന ശുപാർശ പോയിട്ടുള്ളൂ. റാങ്ക് ലിസ്റ്റ് തീരാൻ 3 മാസം കൂടി ഉള്ളത്. ഇത് മാക്സിമം ആളുകൾക്ക് പോയിട്ടില്ല. അപ്പൊ ഈ അടുത്തത് നിയമനം വളരെ കുറവാണ് CPOയുടെ എന്നാണ് അത് കാണിക്കുന്നത്. LDC 5 ജില്ലകളില് 78 പേർ കൂടെ LDC നിയമനം ഉണ്ടായി എന്ന് നിയമനം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കണ്ണൂര്, കോഴിക്കോട് ആ ജില്ലകളിലൊക്കെയാണ് ഇപ്പൊ നിയമനങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. അതായത് നിയമന ശുപാർശ, അതായത് നമ്മുടെ LDC ജൂലൈ 31 റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ ഇതുവരെ 995 പേർക്ക് നിയമന ശുപാർശ നൽകിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 347 ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ നടത്തുന്നതിനായിട്ടുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നു. ഇതുവരെ 995 നിയമന ശുപാർശ പോയിട്ടുണ്ടെന്നും ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ജൂലൈ മാസത്തോടെ അവസാനിക്കുകയാണ്. ആ സമയത്താണ്. അപ്പൊ ഇതുവരെ 78 പേർ കൂടെ നിയമനം വന്നു. അടുത്തത് നമുക്ക് നിങ്ങൾ ന്യൂസിലൊക്കെ ഇതിന് മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടാവും. സിവിൽ എക്സൈസ് ഓഫീസറില 1.92 1 ലക്ഷത്തി 2 ലക്ഷത്തിനടുത്ത് അപേക്ഷ അസാധുവായി പോയി.
അതായത് ടോട്ടൽ 3,32,889 അപേക്ഷകരുണ്ടായിരുന്നു സിവിൽ എക്സൈസ് ഓഫീസറിൽ. അതില് 1,40,40,183 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അത് CPOയുടെ ഒരു റാങ്കിൽ ഒരു ഇതാണ്. ഇപ്രാവശ്യം ഇത്രയധികം കൺഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം അപേക്ഷകര് അസാധുവായി പോയി. CPO അല്ല, സിവിൽ എക്സൈസ് ഓഫീസർ. അടുത്തത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇനി LGS OA നിയമനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് വേറൊരു ആർട്ടിക്കിളും കൂടെ വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമായ തസ്തികകളുടെ എണ്ണം വകുപ്പ് മേധാവികൾ കണക്കാക്കേണ്ടതാണ്. അധികമായി കണ്ടെത്തുന്ന തസ്തികകൾക്ക് പകരം ആവശ്യമെങ്കിൽ സർക്കാരിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും വരാത്ത രീതിയിൽ സമകാലിക പ്രസക്തിയുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതകൾ ഭരണവകുപ്പ് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇന്നലെ അങ്ങനെ ഒരു ഉത്തരവ് വന്നെങ്കിലും ഒരുപാട് പ്രതിഷേധങ്ങൾ അതിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് നമ്മുടെ ഈ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇത് പറഞ്ഞത്. ആവശ്യമെങ്കിൽ നിയമനം നടത്താം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ആശ്വാസമാണ്. പിന്നെ അതുപോലെ നമ്മുടെ 9 സർവകലാശാലകളിലായിട്ട് നോക്കിക്കുക 3,422 കരാർ ജീവനക്കാരുണ്ട്. ഇതിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായവർ 142 പേര് മാത്രമാണ് എന്നൊരു ഓരോ യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേരള 971 കരാർ ജീവനക്കാരുണ്ട്. MGയിലാണെങ്കിൽ 1028 ഉണ്ട്. കാലിക്കറ്റിൽ 704 ഉണ്ട്. കണ്ണൂരില 359 ഉണ്ട്. കുസാറ്റില അതേപോലെ തന്നെ അതൊരു പ്രശ്നത്തിൽ കിടക്കുന്ന ഇതായതുകൊണ്ട് 511, ശങ്കരായില 261, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിൽ 84, അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര അവിടെ 95, ശ്രീനാരായണ ഗുരു ഓപ്പൺ 109. സോ ടോട്ടൽ 3,422 കരാർ ജീവനക്കാർ പല സർവകലാശാലകളിലായി വർക്ക് ചെയ്യുന്ന കാര്യവും ഇന്നലത്തെ ഒരു ന്യൂസ് മാഗസിനിൽ വന്നൊരു റിപ്പോർട്ടാണിത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കഴിഞ്ഞുപോയ ഒരാഴ്ചത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ്. അപ്പൊ നമ്മൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് www.challengerup.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ www.challengerup.in നോക്കുക. അപ്പൊ അവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാം. നമ്മുടെ കോഴ്സുകൾ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ കോഴ്സുകൾ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും, ദേവസ്വം LD ആണെങ്കിലും, ജനറൽ PSC എന്ന് വെച്ചാൽ LGS മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള എല്ലാ കോഴ്സും കിട്ടുന്നതാണ്. കേറ്ററ്റിന്റെ ബാച്ച്, ലക്ഷ്യം, പോലീസ് ഡ്രൈവർ ബ്രാഞ്ച്, RRB ഗ്രൂപ്പ് D, MTS, സെക്രട്ടേറിയറ്റ് ബാച്ചുകളൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഏത് ഇതാണോ പർച്ചേസ് ചെയ്യാൻ താല്പര്യം, ഫോർ എക്സാമ്പിൾ LGS മുതൽ നമുക്ക് ഡിഗ്രി നിലവാരത്തിലുള്ളത് വരെ കിട്ടുന്നതാണ് ഓൾ ഇൻ വൺ PSC. അത് എടുക്കുക. അപ്പൊ അവിടെ നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ലൈവ് നടക്കുന്നുണ്ട്. നോട്ട്സ്, എക്സാംസ്, വെൻഡർ സപ്പോർട്ട് ഇതെല്ലാം ഉണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ അപ്ലൈ കൂപ്പൺ കോഡ് കൊടുക്കുക. സജിത 199 എന്ന കൂപ്പൺ കോഡാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ 2000 ആണ് കോഴ്സ് ഫീ. എല്ലാ കോഴ്സുകളും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം. www.challengerup.in നമ്മുടെ വെബ്സൈറ്റ് ആണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.